ഇപ്പോൾ ഈ കേസിൽ പരാതി നൽകിയിട്ടുള്ള അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ ടെലിഫോൺ ലൈൻ ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ, ഇപ്പോൾ താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കളുടെ പരാതിയിൽ പറയുന്നത്? പരാതി 21-ന് കൊടുത്തതാണ്. 21/8 കൊടുത്ത പരാതിയാണ്. അതിൽ മേലുള്ള നടപടിയാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് ബാലാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയിൽ മേലുള്ള എടുക്കൽ അതിന്റെ നടപടി പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഞാനിപ്പോ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ട്രിവാൻഡ്രത്ത് വന്നത്. എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? ഈ കോൾ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉണ്ടോ? തെളിവുകൾ ഞാൻ പരാതി കൊടുക്കുന്ന സമയത്ത് ഒരു ദൃശ്യമാധ്യമത്തിൽ വന്ന ഒരു ഓഡിയോ സംഭാഷണം അതുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. അതിനുശേഷം 21-നാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. ഇന്ന് ഇപ്പൊ 1-ാം തീയതിയായി സെപ്റ്റംബർ. ഇന്നലെ കൂടി വന്ന ഒരു ദൃശ്യമാധ്യമത്തിൽ ഒരു ആങ്കർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇത്ര ദിവസം വന്ന ദൃശ്യമാധ്യമത്തിൽ വന്ന വീഡിയോസും അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടിയാണ് ഞാൻ ഇന്ന് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കുറച്ച് ദിവസമായല്ലോ പരാതി കൊടുത്തിട്ട്, അതിന്റെ ഒരു അപ്ഡേഷൻ എന്തെങ്കിലും താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇല്ല, അന്വേഷിക്കണല്ലോ. നമ്മള് തേർഡ് പാർട്ടി ആണല്ലോ. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എഫ്ഐആർ ഇട്ടതായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഇപ്പൊ അന്വേഷണം കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത് അവർ കൂടുതൽ അന്വേഷിക്കട്ടെ. ഇതായി ബന്ധപ്പെട്ട് ഇപ്പം എന്താണ് ഒരു അന്തരീക്ഷം പറഞ്ഞ ആദ്യത്തെ ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്ന് മാറ്റം വന്നു. ഇങ്ങനെ ഒരു ആളുണ്ടെന്ന രീതിയിൽ വരെ ആളെ കണ്ട് സംസാരിച്ചു ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞു. അപ്പൊ ഇവിടെ വരെ എത്തി. അപ്പം ആ അന്തരീക്ഷം മാറി വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് കുറെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അന്വേഷണം ഇനിയും പുരോഗമിക്കാനുണ്ട്. ഇനിയും ഉണ്ടാവും. ഇനി അവരുടെ പ്രൊസീജിയേഴ്സ് ആയിട്ട് ഇനിയും സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കാനുണ്ട്. ഞാൻ മാത്രമല്ല ഒന്ന് പരാതി കൊടുത്ത് അതായത് ബന്ധപ്പെട്ട് വേറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് തോന്നുന്നത്. അപ്പൊ എല്ലാവരും സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അതിന്റെ ഭാഗമായി അവര് ഇനി ഓഡിയോസിന്റെ വിഷ്വൽസിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും അത് നിജസ്ഥിതിയും ഒക്കെ അറിയാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർ പ്രൊസീജിയറിലോട്ട് കിടക്കുകയാണ്. ഈ വിഷയം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം പാർട്ടിയും ഒക്കെ ഇതിലൊരു പ്രതിരോധം തീർത്തിരുന്നത് ഈ ഒരു കാലത്ത് AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഇറക്കാമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇത് കൃത്യമായ തെളിവുകളാണ് എന്നുള്ളതല്ലേ താങ്കളുടെ പരാതിയിൽ കൃത്യമായി പറയുന്നത്? ഞാൻ കൊടുത്ത പരാതി കൃത്യമായിട്ട് തെളിവുകളുണ്ട്. അത് ദൃശ്യമാധ്യമത്തിൽ വന്നിട്ടുണ്ട്. അത് ഇതുവരെ അത് ഫേക്കാണെന്ന രീതിയിൽ ആ ദൃശ്യമാധ്യമങ്ങൾക്കെതിരെ ഇതുവരെ അവരൊരു മാനനഷ്ട കേസ് എന്തെങ്കിലുമായിട്ട് ഒരു പ്രൊസീഡിംഗ് ക്രിമിനൽ നടപടിയോ എന്തെങ്കിലുമായിട്ട് അവർ ഇതുവരെ കൊടുത്തിട്ടില്ല പ്രൊസീഡിങ്സ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ ഇതുമായിട്ട് മുന്നോട്ട് പോകില്ല. അവരൊരു നടപടിയായിട്ട് രാഹുൽ മാങ്കൂട്ടം അവരുടെ പാർട്ടിയോ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഫേക്കാണ്, ഇങ്ങനത്തെ ഒരു ആളില്ല, ഈ ഓഡിയോസും സ്ക്രീൻഷോട്ടുകളെല്ലാം വ്യാജമാണെന്ന രീതിയിൽ അവർ ഒരിക്കലും ഒരു നടപടിയായിട്ട് ഒരു കോടതിയിലോട്ട് സമീപിക്കാൻ ഒരു ലീഗൽ നോട്ടീസ് അയക്കാനോ ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് നടത്താൻ ഇതുവരെ അവർ മുന്നിട്ടിട്ടില്ല. ഇനി അങ്ങോട്ടും ചെയ്യില്ല. ഇത് വ്യക്തമാണ്, വ്യക്തമാണ്. ഇങ്ങനത്തെ ഒരു ഇരയുണ്ട്, ഇരയാകപ്പെട്ട സ്ത്രീയുണ്ട്. അവരിപ്പോഴും അവരൊരു ട്രോമയിലാണ്. അവരൊരു ശാസ്ത്രീയമല്ല അശാസ്ത്രീയമായ ഒരു ഗർഭചിത്രം നടത്തി അതിന് ട്രോമയിലുണ്ട്. അവരെ മുന്നോട്ട് കൊണ്ടുവരണം. അതിനൊരു അന്തരീക്ഷമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇപ്പോഴും വെർബൽ റേപ്പിങ്ങുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ത്രീകള് സോഷ്യൽ മീഡിയയിലെ നവമാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രസ്താവന വന്നാൽ അതിനെ അധിക്ഷേപിക്കാനോ അവരെ ആക്രമിക്കാനാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഷാഫ്പർമിലിന്റെ അവരുടെ നേതൃത്വമുള്ള അവരുടെ സൈബർ ഹാൻഡിലുകളെ ചെയ്യുന്ന വ്യക്തികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം കൊണ്ടുവരണം. അവർ ഫേക്കാണെന്ന് ആദ്യം തൊട്ട് പറഞ്ഞാൽ അങ്ങനെ ഫേക്കാണ്, ഇങ്ങനത്തെ ഒരു ആളില്ല, ഇങ്ങനത്തെ ഒരു ഫേക്കാണ്, അവർ നടപടിയായിട്ട് പോട്ടെ. അവർ ഇന്നീ നിമിഷം വരെ 21-ാം തീയതി പരാതി കൊടുത്ത് ഇന്നീ നിമിഷം വരെ അവർ എന്തെങ്കിലും നടപടി എടുത്തോ? എനിക്ക് തോന്നുന്നു ദൃശ്യമാധ്യമത്തിൽ ഇത് ബ്രേക്ക് ചെയ്ത് ഇത് വീഡിയോസും സ്ക്രീൻഷോട്ടുകളും പുറത്തു കൊണ്ടുവന്ന ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു, വെല്ലുവിളിക്ക് വരെ ചെയ്തു ഇവരോട്. നിങ്ങൾ പരാതി കൊടുക്കുക, ഇത് ഫേക്കാണ് കണ്ട എന്റെ മാധ്യമ പ്രവർത്തനം നിർത്തി ഞാൻ വീട്ടിൽ പോയി ഇരിക്കും പറഞ്ഞിട്ട് പോലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ 31-ന് ഇന്നലെ വന്നിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞ് നേരിട്ട് പോയി കണ്ടു. അവരനുഭവിച്ച ട്രോമ അവരിപ്പോഴും പേടിച്ച് വരച്ചിരിക്കാണ്. നവമാധ്യമത്തിലൂടെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരറിയുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. അപ്പൊ അവരെ ഒന്ന് സംരക്ഷിച്ച് അവര് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ നിങ്ങളെപ്പോലുള്ള മുഖ്യധാര മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ശരി, വളരെ ശ്രീ ഷിൻഡോ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.